എല്ലാവരും ഞെട്ടി. എന്താണെന്നല്ലേ കാര്യം? ബിഗ് ബോസിലേക്ക് 5 വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണെന്നല്ലേ? സൽമാൻ, ലക്ഷ്മി, ജിഷിൻ, മസ്താനി, പ്രവീൺ എന്നിവരാണ്. ഇതിൽ ജിഷിൻ അഭിനേതാവും ബാക്കി എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. ബിഗ് ബോസിലേക്ക് കടന്നു വന്ന 5 വൈൽഡ് കാർഡിൽ ഒരാളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മസ്താനി. മസ്താനി വന്നപ്പോൾ തന്നെയാണ് പേഴ്സണലായി എല്ലാവരെയും അറ്റാക്കാണ് നടത്തുന്നത്. വന്ന ദിവസം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന് നേരെ പ്രൊവോക്ക് ചെയ്തിരുന്നു. പിന്നീട് ആര്യനും ഗിസേലിനും നേരെയായിരുന്നു അമ്പെയ്തത്. പ്രേക്ഷക അഭിപ്രായപ്രകാരം മസ്താനിയുടെ മെയിൻ ഗെയിം എന്നുള്ളത് പേഴ്സണൽ അറ്റാക്കും സദാചാരം പറച്ചിലും കുത്തിത്തിരിപ്പുമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നീട് മസ്താനി വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. രേണുവിനെ പിന്നീട് പ്രകോപിപ്പിച്ച് മസ്താനി പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. രേണു വിധവാ കാർഡ് എടുത്താണ് കളിക്കുന്നതെന്നും സുധിയെ നാണം കെടുത്തിയാണ് ഗെയിം കളിക്കുന്നതെന്നുമാണ് മസ്താനി പറയുന്നത്. രേണുവിന് വേറെ ഗെയിം ഒന്നും ഇല്ലെന്നും രേണു ചുമ്മാതെ ഇരിക്കുവാണെന്നുമാണ് മസ്താനി പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ രേണു തിരിച്ച് മറുപടി ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യം ഞാൻ പറയുന്നതിന് നിനക്കെന്താ കാര്യമെന്ന് മസ്താനിയോട് തിരിച്ച് ചോദിക്കുന്നുമുണ്ട്. സുധിച്ചേട്ടനെ പിടിച്ച് നീ കളിക്കേണ്ടെന്നും എൻ്റെ മനസ്സിൽ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഇപ്പോഴും ഉണ്ടെന്നും രേണു മറുപടി പറയുന്നുമുണ്ട്. ഇത് രേണു അതിനെപ്പറ്റി കളിയാക്കി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് രേണയുടെ നേരെ ചെന്ന് അവിടെ കാമുകനെ പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് രേണ കരയുന്നുണ്ട്. പിന്നീട് അനുമോളോട് ചെന്ന് ശൈത്യയെപ്പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശൈത്യ പിന്നിൽ നിന്ന് നിന്നെ കുത്തുകയാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇത് കേട്ട് അനുമോൾ കരയുന്നുണ്ട്. അനുമോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരയാൻ തന്നെ ഇരിക്കുന്ന ഒരാളാണല്ലോ. പിന്നീട് സദാചാരവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ആര്യനും ജിസയിലും പുതപ്പിനടിയിൽ അരുതാത് ചെയ്തത് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മസ്താനി ഹൗസിനുള്ളിൽ പറയുന്നത് കേട്ടിട്ടാണ് അനുമോൾ ഈ ആരോപണം എല്ലാവരും കേൾക്കെ വീണ്ടും എടുത്തിട്ടത്. അനുമോടൊപ്പം തന്നെ ചേർന്ന് ഡെമോ കാണിക്കാൻ വേണ്ടി മസ്താനിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതേ തുടർന്ന് ഹൗസിൽ ഭയങ്കരമായ സംഘർഷങ്ങളാണ് നടന്നിരുന്നത്. എല്ലാവരും കൂടെ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നതും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഹൗസിൽ കാണിക്കുന്നുണ്ട്. ഗിസേലും അനുമോളും ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ശത്രുക്കളാണ്. അനുമോളാണെങ്കിൽ ഗിസേൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നോക്കി തന്നെ നടക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ചെറിയ ക്ലിപ്പ് എല്ലാവരെയും കാണിച്ചിരുന്നു. ആര്യനും ഗിസേലും കൂടെ പുതപ്പിനടിയിൽ കിടക്കുന്ന ഒരു വീഡിയോ ബിഗ് ബോസ് വെളിയിൽ കാണിച്ചിരുന്നു. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്കറിയില്ല. വീഡിയോ ക്ലിപ്പായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഇതിവരുടെ ഗെയിം പ്ലാൻ ആണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ആര്യനും ഗിസേലിനും നേരെ അനുമോൾ ശക്തമായി തുറന്നടിച്ചിരിക്കുകയാണ്. ആര്യന് ഇപ്പോൾ അനുമോളോട് ഭയങ്കര ദേഷ്യമുണ്ട്. ഗിസേലിനും അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യമുണ്ട്. പിന്നീട് ഇന്ന് ഹൗസിനുള്ളിൽ നടന്നൊക്കെ ഗെയിമുകളാണ്. വൈൽഡ് കാർഡും അല്ലാത്തവരും തമ്മിലുള്ള ഗെയിമിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രസകരമായ ഗെയിമൊക്കെ ആയിരുന്നു. എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട്. ബിന്നിയും അതിനെപ്പറ്റി ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വൈൽഡ് കാർഡൊക്കെ വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇച്ചിരി ഓളമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും വൈൽഡ് കാർഡ് വന്ന എല്ലാവരും പുറത്തിരുന്ന് ബിഗ് ബോസിലെ കാര്യങ്ങളെല്ലാം നല്ലപോലെ പഠിച്ച് അതിനകത്ത് ഓരോരുത്തരെക്കുറിച്ചും പഠിച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് വേണ്ടത് എന്നെല്ലാം അവർ വെളിയിൽ നിന്നേ മനസ്സിലാക്കിക്കൊണ്ടാണ് കയറി വന്നത്. അതാണ് മസ്താനി വന്നപ്പോൾ തന്നെ രേണുവിന് നെഗറ്റീവ് ആണെങ്കിൽ പോലും രേണുവാണ് ഏറ്റവും കൂടുതൽ സംസാര വിഷയമെന്ന് മനസ്സിലാക്കി രേണുവിനെ തന്നെയാണ് കൂടുതലും മസ്താനി പ്രൊവോക്ക് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.